രാമായണവും മലയാളികളും ടീച്ചറെ, നമ്മൾ ഒരുപാട് രാമായണം കേൾക്കുന്നുണ്ട്. സോ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായി കാണുന്ന നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണമാണല്ലോ. നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ എന്തിനാണ് ഇത്രയും രാമായണം? ഇതിൻ്റെ ആവശ്യകതയുണ്ടോ? ഓരോ രാമായണവും എന്താണ്? അൾട്ടിമേറ്റ്ലി എല്ലാ രാമായണവും ഒന്നല്ലേ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പലർക്കും ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ രാമായണം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ ഇതാണല്ലോ, ശ്രീരാമ രാമ രാമ അല്ലേ? അതിങ്ങനെ കേൾക്കുമ്പോൾ അതിപ്പോൾ എന്നെ സംബന്ധിച്ച് നന്നായിട്ട് പാടാൻ അറിയില്ല. പക്ഷേ ടീച്ചർ അത് പാടി കേൾപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബാക്കി നടക്കും. പാടില്ല, ഞാനത് വായിക്കും. ശരി, കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ആ തുടക്കം വായിക്കാം. അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടാണ്. ഹരിശ്രീ ഗണപതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇങ്ങനെയാണ് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ആരംഭിക്കുന്നത്. സന്തോഷം, കേട്ടുകൊണ്ടിരിക്കാനേ തോന്നുന്നു. എന്തായാലും ഷൂട്ടായതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ബാക്കിയും പാടാൻ പറയുമായിരുന്നു. സോ അപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ ഈ വരികൾ നമ്മൾ വളരെ പണ്ട് മുതലേ കേട്ട് വളരെ ഇമ്പമാർന്ന വരികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള രാമായണങ്ങൾക്ക് ഇവിടെ പ്രാധാന്യം വന്നതും അങ്ങനെ പല രാമായണങ്ങൾ ഉണ്ടായതും എന്തുകൊണ്ടാണ്? ശരിയാണ്, ധാരാളം രാമായണങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. അതിൽ തന്നെ വാൽമീകി രചിച്ചിരിക്കുന്ന രാമായണം കൂടാതെ വാൽമീകിയാൽ തന്നെ രചിച്ചിരിക്കുന്ന സീതാവിജയം എന്ന പേരിലുള്ള അങ്ങനെയാണ് വാൽമീകി തന്നെയാണ് അത് രചിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും സീതാവിജയമുണ്ട്, അതേപോലെ തന്നെ വാസിഷ്ഠ രാമായണം അങ്ങനെ ഒരു പേരിലുണ്ട്. പിന്നെ അത്ഭുത രാമായണമുണ്ട്, അത്ഭുതോത്തര രാമായണമുണ്ട്. ഇതെല്ലാം വാൽമീകി തന്നെയാണ് രചിച്ചത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, പൂർവികർ പറഞ്ഞു കേൾക്കുന്നത്. ഇത് കൂടാതെയാണ് നമ്മുടെ നാട്ടിൽ കണ്ണശ്ശ രാമായണമുണ്ട്, പിന്നെ തുളസീദാസൻ രചിച്ചിരിക്കുന്നത് രാമചരിതമാനസം പോലെയുള്ളത്. ഇങ്ങനെ ധാരാളം രാമായണം. ശ്രീലങ്കയിലുള്ള രാമായണമുണ്ട്, പിന്നെ ജാപ്പനീസിലുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഈ മലബാർ ഭാഗത്തേക്ക് മാപ്പിള രാമായണം എന്ന് പറഞ്ഞ് അങ്ങനെയുമുണ്ട്. ഇങ്ങനെ ഇത് പിന്നെ മറ്റൊരു ഇത് പിന്നെ പല ഗോത്രവർഗങ്ങളിലുള്ള അവരുടേത് മാത്രമായിട്ടുള്ള, അത് ചിലപ്പം ചെറിയ ഒരൊറ്റ ഗോത്ര വിഭാഗം മാത്രം കൈകാര്യം ചെയ്യുന്നതായിരിക്കാം ഗോത്രഭാഷകളിൽ. അങ്ങനെ അപ്പോൾ രാമായണം ഇങ്ങനെ ലോകത്തിൻ്റെ എവിടെയെല്ലാമാണുള്ളത് എന്ന് ഇന്നും തിട്ടമില്ല. അത്രയധികം രാമായണമുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു രാമായണവും ആവശ്യമില്ല തോന്നിയ പോലെ ജീവിക്കാനാണെങ്കിൽ. മനുഷ്യന് നന്നാവാനാണ് ഇതെല്ലാം ഉള്ളത്. ഇതുണ്ടായത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ തോന്നിയാസിയായിട്ടുള്ള എത്ര വലിയ കാട്ടാളനായിട്ടുള്ള മനുഷ്യർക്കും ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു പക്ഷേ ഒരു മാനസാന്തരം വന്നേക്കാം. അത് വലിയ അപകടം.
ഇന്നത്തെ സമൂഹത്തിൽ അത് പറ്റില്ല, ശരിയാ. അല്ലേ? ഇന്നത്തെ സമൂഹത്തിൻ്റെതായിട്ടുള്ള അടച്ച് നമ്മൾ പറയുകയല്ല, പക്ഷേ ഒരുപാട് കാപാലികർ വളർന്ന് സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നന്മയുള്ളവർക്ക് ഈ സമൂഹത്തിൽ പിടിച്ചു നിന്ന് പോകുവാൻ വലിയ പ്രയാസമുണ്ട്. എങ്കിലും ആത്യന്തികമായിട്ടുള്ള നന്മ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കഥകളെ ഫോളോ ചെയ്താൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ വാൽമീകി രാമായണം ഉണ്ടായിട്ട് എന്തിനാണ് എഴുത്തച്ഛൻ രാമായണം രചിച്ചത്, അല്ലേ? എന്തിനാണ് കണ്ണശ്ശന്മാർ രാമായണം രചിച്ചത്? അത് ഈ പറഞ്ഞതുപോലെയാണ്. മറ്റത് സംസ്കൃതത്തിൽ, വാൽമീകി രാമായണം സംസ്കൃത ഭാഷയിലാണുള്ളത്. എല്ലാവർക്കും പ്രാപ്യമല്ലാതെയായി സംസ്കൃത ഭാഷ. പിന്നെ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും പ്രാപ്യമായിരുന്നു. പിന്നീട് അത് പല പല സ്വാർത്ഥപരമായിട്ടുള്ളതുണ്ടാകാം, പല പല കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും പൊതുസമൂഹത്തിന് അപ്രാപ്യമായി തീർന്നു. അപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ഇത് നിരന്തരം പ്രവഹിച്ചു കൊണ്ടേയിരിക്കണം. അത് അദ്ദേഹത്തിൻ്റെ നിയോഗമാണ്. ഇത് ഇവിടെ നിലനിന്നേ ഒക്കുള്ളൂ, ഇല്ലേ? യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതേ എന്ന് സംസ്കൃതത്തിൽ പറയും. അതായത് എത്ര കാലമാണോ ഇവിടെ പർവ്വതങ്ങളും ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഉള്ളത്, അത്രയും കാലം മനുഷ്യരുള്ളത് എന്നൊന്നല്ല പറഞ്ഞിരിക്കുന്നത്, പർവ്വതങ്ങളും നദികളും ഉള്ളത്, അതായത് ഭൂമി എത്ര കാലമാണോ നിലനിൽക്കുന്നത് അത്രയും കാലം രാമായണ കഥയും, അതായത് ഇത് ചിരഞ്ജീവിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇത് കൂടുതൽ കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവികൾ, കലാകാരന്മാർ, ഇത്തരത്തിലുള്ള ആളുകൾക്കും ഭരണകർത്താക്കൾക്ക് മാത്രമല്ല, ഈ സമൂഹത്തെ നന്നാക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ മൂല്യച്യുതി സംഭവിക്കുന്ന സമയത്ത് അതിനെ വീണ്ടും മൂല്യവത്താക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്ക് മാത്രമല്ല ഉള്ളത്, ആ സമൂഹത്തിൻ്റെ ഓരോ അംഗത്തിലുമുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം. വിശേഷിച്ചും സമൂഹം ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കലാകാരന്മാർ, സാഹിത്യകാരന്മാർ തുടങ്ങിയവർക്കൊക്കെ. അപ്പോൾ ഈ സാഹിത്യകാരന്മാർ, കവികൾ അതിൽ തന്നെ ഇപ്പോൾ ഒരു നാടകം എഴുതുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുന്നതിനേക്കാൾ അത് മനുഷ്യ മനസ്സിലേക്ക് എത്തുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ സരളമായിട്ട് കാവ്യങ്ങൾ, സംഗീതം, പാട്ട്, കാവ്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. എളുപ്പമുണ്ട് അതിന്. അത് മാത്രമല്ല ഓർത്തു വെക്കാനും എളുപ്പമുണ്ട്. പലതും നമ്മുടെ കൃതികളെല്ലാം ഈ കാവ്യാത്മകമായിരിക്കുന്നത് അല്ലെങ്കിൽ പാട്ടരൂപത്തിലായിരിക്കുന്നത് ശ്ലോകരൂപത്തിലാണല്ലോ. അത് അങ്ങനെ ആകാനുള്ള കാരണം ഓർമ്മിച്ചു വെക്കുവാനും സംവേദനം ചെയ്യുവാനും ഒക്കെ കുറെ കൂടി എളുപ്പമായിട്ടുള്ള മാർഗമാണ് അത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ അതാത് ഭാഷകളിലേക്ക്, ഈ രണ്ട് ഭാഷയും, അതായത് പ്രാദേശിക ഭാഷയും സംസ്കൃതവും അറിയാവുന്ന ഒരു കവി, അദ്ദേഹം എൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിലുള്ള ആളുകളിലേക്കും, ഇപ്പോൾ എനിക്കൊരു നല്ലൊരു കാര്യം ഞാൻ കണ്ടു, എൻ്റെ കൂടെ ഉള്ളവർക്കും അത് കാണിച്ചു കൊടുക്കണം. എനിക്കൊരു ഗ്ലാസ് പായസം കിട്ടി, എൻ്റെ ഒപ്പമുള്ളവർക്കും എനിക്കത് കൊടുക്കണം എന്നുള്ള മനസ്സുള്ള. അപ്പോൾ അങ്ങനെയുള്ള കവികളാണ് സംസ്കൃതം പഠിച്ചിട്ട് അതിൻ്റെ സത്തയെ ഉൾക്കൊണ്ട് എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് പറയുന്നത് നേരെ ഈ കിളിപ്പാട്ട് നേരെയുള്ള വാൽമീകി രാമായണത്തിൻ്റെ വിവർത്തനമല്ല, ലൈൻ ബൈ ലൈൻ മലയാളത്തിലേക്ക് എഴുതിയതല്ല ഇത്. അതിൻ്റെ സത്തയെ എടുത്തിട്ട് എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സമൂഹം എന്തായിരുന്നോ, അതിൻ്റെ ച്യുതികൾ എന്തായിരുന്നോ, അതിൻ്റെ മൂല്യം എന്തായിരുന്നോ, അതിലിനി എന്താ മാറ്റം വരുത്തണം, ഇത് കൂടി എഴുത്തച്ഛൻ്റേതായിട്ടുള്ള ഒരു ഭാവനാത്മകമായിട്ടുള്ള സംഗതികളും എഴുത്തച്ഛൻ്റെ രീതികൾ കൂടി ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മൂലകഥയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കിളിപ്പാട്ടിനകത്ത്. ആ സമൂഹത്തിൽ, അന്നത്തെ സമൂഹത്തിൽ ഒരുപക്ഷെ അതിൻ്റെ തൊട്ടു മുന്നേ, അദ്ദേഹത്തിൻ്റെ തൊട്ടു മുന്നേയുള്ള ജനറേഷനിലുള്ളതും അതേപോലെ ഇനി വന്നേക്കാവുന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിൽ രചിച്ചതാണ് എഴുത്തച്ഛൻ്റെ രാമായണം. അതിൽ എഴുത്തച്ഛൻ്റെ ശരിക്കും മൂലകൃതിയിൽ നിന്നുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ അഹല്യാമോക്ഷം ഒക്കെ പറയുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് അഹല്യയെ ശിലയാക്കി എന്ന് പറയുമ്പോൾ സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അല്ലെ? എഴുത്തച്ഛൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്, സമൂഹത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരിക്കും വാൽമീകി രാമായണത്തിൽ പറയുമ്പോഴത്തേക്കും അഹല്യ തെറ്റ് ചെയ്തവൾ തന്നെയാണ്. വാൽമീകി രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടെ സമകാലികനാണ് ശ്രീരാമൻ.
ശ്രീരാമകഥയെ യഥാതഥമായിട്ട്, സംസ്കൃത പദമാണ്, യഥാതഥമായിട്ട് എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ അപ്രകാരം തന്നെ, അതിൽ വെള്ളം ചേർത്തിട്ടില്ല. എന്താണോ നടന്നത് അതിനെ അതേപോലെ ചരിത്രമാക്കി എഴുതിയതാണ്. എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ അത് ത്രേതായുഗത്തിലാണ്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയും കലികാലത്തിൻ്റെ കലിയുഗത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയും തമ്മിൽ അജഗജാന്തരമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ എന്താണോ ആവശ്യം ആ രീതിയിൽ എഴുത്തച്ഛൻ പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വാൽമീകി രാമായണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ദേവേന്ദ്രൻ, കാരണം അഹല്യ ഒരു വൃദ്ധ താപസൻ്റെ പത്നിയാണ്. അപ്പോൾ ദേവേന്ദ്രൻ, ഈ അഹല്യയാണെങ്കിൽ അതിസുന്ദരിയുമാണ്. അപ്പോൾ ദേവേന്ദ്രൻ ഈ അഹല്യയെ കണ്ട് മോഹിച്ചിട്ട് ഈ ആശ്രമത്തിലെത്തിയപ്പോഴേക്കും ദേവേന്ദ്രനെ കണ്ട് അഹല്യയ്ക്കും മോഹം വരുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സംഗമം നടക്കുകയാണ്. ഇതറിഞ്ഞപ്പോഴാണ് താപസൻ ശപിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അഹല്യയെ വേണമെങ്കിൽ വാൽമീകിക്ക് അതിനെ പരിഷ്കരിക്കാമായിരുന്നു, അല്ലേ? കാരണം മുനിപത്നിയാണ്. അപ്പോൾ വേണമെങ്കിൽ അതിന് വെള്ള പൂശാമായിരുന്നു. പക്ഷെ വാൽമീകി ചെയ്തിട്ടില്ല. അതിന് എന്താണോ നടന്നത് അത് അങ്ങനെ തന്നെയാണ് എഴുതിയത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.